മൈ ഡിയർ വ്യൂവേഴ്സ്, 888 മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, മറ്റെല്ലാം വിട്ടുകളയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഡിവൈൻ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാലോ. എയ്സ് ഓഫ് സോഡാണ് ഓട്ടം. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് കപ്പാണ്. പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ പറയുന്നത് നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാം തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഡിവൈൻ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവരാണ്, കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ ഒരു കുഞ്ഞിനെയും ഡിവൈനായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു കുഞ്ഞും, നിങ്ങൾ തുടങ്ങുന്ന പുതിയ പദ്ധതികളെല്ലാം വിജയിക്കാൻ പോകുന്നതാണ്. അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിക്കണം. അലസമായിട്ട് ഇരുന്ന് സമയം കളയല്ല, എന്തിനും റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് വരണമെന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷനും എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിക്കണം. എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഉഷാറായിട്ട് വരണം. എല്ലാ തെറ്റുകളും എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് മുന്നോട്ട് പോവുക എന്നാണ് ഡിവൈൻ പറയുന്നത്. നമ്മളിൽ പല തെറ്റും എല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതെല്ലാം മറന്നിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത്. മുന്നോട്ട് നിങ്ങൾ നന്നായിട്ട് പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും എല്ലാം കിട്ടാനുള്ളൊരു പവറുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ അലസമായി ഇരിക്കരുത് എന്നാണ് ഡിവൈൻ പറയുന്നത്. മുന്നോട്ട് തന്നെ അത്രയും ഒരു വാത്സല്യത്തോടു കൂടെയാണ് ഡിവൈൻ നിങ്ങളെ കാണുന്നത്. ഡിവൈൻ കാണുന്നത് നിങ്ങളെ ഒരു വാത്സല്യത്തോടു കൂടിയാണ് ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാം നിങ്ങളോട് നല്ല അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ഇതും ചെയ്യണം. പിതൃക്കളുടെ കർമ്മങ്ങളെല്ലാം ക്ലിയറായിട്ട് ചെയ്യണം എന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നും ഒരു ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട്. അത് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ കർമ്മവും എല്ലാം നന്നാക്കി എടുക്കണമെന്നാണ് ഡിവൈൻ പറയുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി
നല്ല പ്രവൃത്തി ചെയ്യുന്നത് ഡിവൈൻ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി ഡിവൈൻ കാണുന്നുണ്ട് എന്നാണ്. അപ്പം ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് ഡിവൈൻ തരാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരുപാട് അലസത നിങ്ങൾ ഇന്ന് ചെയ്താൽ പിന്നെ നാളെ ചെയ്യാതിരിക്കുക, അങ്ങനെ പാടില്ല. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോഴേ നമുക്ക് വെറുതെ ഡിവൈൻ തരില്ല. നമ്മൾ ഫുൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്ന് ചെയ്തു നാളെ അവിടെ നിൽക്കട്ടെ അങ്ങനെ പറയരുത്. അത് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് നിങ്ങളെ പ്രവൃത്തി കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഡിവൈൻ അത് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പുനർജന്മമായിരിക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത്. കർമ്മ ഫലം നല്ലതാണെങ്കിൽ നല്ല ഫലം തന്നെയാണ് യൂണിവേഴ്സ് തരിക. ഡിവൈൻ തന്നെ അയച്ച ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. ആ വ്യക്തി ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരിക. ഡിവൈൻ തന്നെ അയച്ചൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ ഇത്രയും കാലം പ്രയത്നിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് എന്ത് നേടാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും കാലം പ്രയത്നിച്ചു കൊണ്ടിരുന്നത്, അത് ആ പ്രാർത്ഥന ഡിവൈൻ കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ കഠിനാധ്വാനം, നിങ്ങൾ ചെയ്ത എഫേർട്ട് ഡിവൈൻ കണ്ടിട്ടുണ്ട്. അതാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടും നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടും ഒന്നും ശരിയാവാതെ ഇത്രയും കാലം ഒരുപാട് കഷ്ടപ്പെട്ടു. അത് ഡിവൈൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ട് ഡിവൈൻ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് എല്ലാം പ്രയത്നിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡൗൺ ആവുന്നുണ്ട്. ആ ഡൗണ് പാടില്ല. ഇത്രയും ഞാൻ ചെയ്തിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എന്തിനാ ഞാൻ ചെയ്യുന്നതെന്നുള്ള ഒരു തോന്നൽ, നെഗറ്റീവ് നിങ്ങളിൽ വരുന്നുണ്ട്. അത് പാടില്ല. നമ്മളുടെ പ്രവൃത്തി കൃത്യമായി ചെയ്യുക. തരേണ്ടത് ഡിവൈനാണ്. അത് ആ ഡിവൈൻ്റെ ടൈമിനാണ് ഡിവൈൻ തരുക. അടുത്തത് 9 of Wands ആണ്. 9 of Wands എന്ന് പറഞ്ഞാൽ ഒരു പോരാടുന്നൊരു വ്യക്തിയാണ് കാണുന്നത്. നിങ്ങൾ നന്നായിട്ട് പോരാടുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഡൗൺ ആയി പോകുന്നുണ്ട്. അത് പാടില്ല. ദൃഢനിശ്ചയത്തോടു കൂടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ച് നല്ലതായിട്ട് പ്രവർത്തിക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ ഓവർ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട്. അത് പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നെഗറ്റീവ് ചിന്തിച്ചിട്ട് നെഗറ്റീവിലേക്ക് പോകാൻ പാടില്ല. ഒരു തീരുമാനമെടുത്താൽ അത് എടുത്തതായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നല്ല പവറോടും കൂടെ. നെഗറ്റീവും ഓവർ തിങ്കിങ്ങും പാടില്ല എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലം ഡിവൈനായിട്ട് തന്നെ നിങ്ങൾക്ക് തരും. ഡിവൈനോട് ഇത്രയും ഞാൻ ചെയ്തല്ലോ, എന്നിട്ട് എന്താ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്നങ്ങനെ ചോദിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത് പാടില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. ഡിവൈനിൻ്റെ ടൈം ആകുമ്പം ഡിവൈൻ തന്നെ തരും. അടുത്തത് കിങ് ഓഫ് സോഡാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പവർഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. എല്ലാവിടെയും അവനവൻ്റെ വർക്കിൽ സത്യസന്ധത കീപ്പ് ചെയ്യണം. നമ്മൾ ഒരാളെ ചതിക്കാൻ പാടില്ല. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ശക്തി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഡിവൈൻ. മറ്റൊന്നുമല്ല ഈ ലോകത്തുള്ള ഡിവൈൻ എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ വഴിയിലേ പോകുമ്പം ഒരു വ്യക്തി അവിടെ വീണ് കിടക്കുന്നു, അതിനെ ഒന്ന് എടുക്കുക, അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതന്നെ നമ്മളുടെ ഉള്ളിലെ ഡിവൈൻ, നമ്മുടെ പ്രവൃത്തി. നമ്മളത് കണ്ടില്ല എന്ന് നടിച്ച് പോകാൻ പാടില്ല. നമ്മുടെ കർമ്മം നല്ലതായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവാം. അതാണ് നമ്മളുടെ പ്രവൃത്തി. അതാണ് നമ്മളുടെ യഥാർത്ഥ ഡിവൈൻ നമ്മുടെ ഉള്ളിലുള്ള. അത് ഒരു തെറ്റും വരാതെ നോക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത്. ഡിവൈൻ്റെ പല പരീക്ഷണങ്ങളും നിങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങളുടെ വഴിയിൽ പല തടസ്സങ്ങളും ഡിവൈൻ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രവൃത്തി എവിടെയാണ് മിസ്റ്റേക്ക് ആവുന്നത്? നിങ്ങൾ എവിടെയാണ് ഡൗൺ ആയിട്ട് നെഗറ്റീവിലേക്ക് ചിന്ത വരുന്നത്?
അത് പാടില്ല. അതും ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത്. എന്തും പ്രാക്ടിക്കലായി ചിന്തിക്കുക. അത് നമ്മുടെ ഉള്ളിൽ ഡിവൈൻ തന്ന ആ ഒരു പ്രകാശം, ഒരു ഒരു ക്രിയേറ്റീവായ ഒരു കഴിവ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പബ്ലിക്കിൽ മറ്റുള്ളവർക്കും അതൊരു ഉപയോഗമായിട്ട് വരണം എന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവ് ഞാൻ തന്നിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? അത് നിങ്ങളെയും കാണി കഴിവ് കുറഞ്ഞ എന്തിനെങ്കിലും ആശ്രയത്തിനായിട്ട് വരുന്നവർക്കൊരു ഹെൽപ്പ് കൂടി ആയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയാണ് ഡിവൈൻ നിങ്ങളിൽ ഈ പ്രകാശം ഇട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന കാണാൻ പറ്റും, അതിന് ഒരു ഹെൽപ്പാവാനുള്ള കഴിവ് നിങ്ങളിലുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. അത് എല്ലാവർക്കും ഡിവൈൻ അത് കൊടുക്കൂല. നിങ്ങൾക്ക് അവർക്ക് ഒരു ആശ്വാസമാവാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങൾക്ക് ആ കഴിവ് തന്നിരിക്കുന്നത്. ആ കഴിവിനെ നിങ്ങൾ അവിടെ നിൽക്കട്ടെ, കഴിയല്ല, ഒരു മാസം ഞാൻ ഇതൊക്കെ ചെയ്തു, ഇനി എനിക്ക് കഴിയല്ല എന്ന നെഗറ്റീവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് പാടില്ല എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഡിവൈൻ തന്നിരിക്കുന്ന ആ കഴിവ് മറ്റുള്ളവർക്ക് കൂടെ ഉപയോഗപ്പെടണം എന്നാണ് ഡിവൈൻ പറയുന്നത്. ഇത് മറ്റുള്ളവർക്കും കൂടെ ഒരു ആശ്വാസമാകണം. അടുത്തത് നൈറ്റ് ഓഫ് വൺസ് ആണ്. നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടം, നിങ്ങൾക്ക് വേണ്ട പ്രണയം, അതൊക്കെ ഡിവൈൻ കരുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കർമ്മ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കർമ്മ എല്ലാം തീർന്നിട്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതെല്ലാം വന്നു ചേരും. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗഭാഗ്യങ്ങളും ഡിവൈൻ തന്നെ ഒരുക്കി വെക്കുന്നുണ്ട്. ഡിവൈൻ എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ കുറേ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അപ്പം അത് ഡിവൈൻ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡൗൺ ആയി പോകുന്നുണ്ട്, നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ എത്ര കഷ്ടപ്പെട്ടു, എന്നിട്ടും എനിക്ക് ഡിവൈനോട് കണക്ക് പറയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് പാടില്ല എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഉയർന്ന ഊർജത്തോടു കൂടെ മുന്നോട്ട് പോകൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. അടുത്തത് എംപററാണ്. എംപറർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ നിസ്സാരക്കാരല്ല. ഡിവൈൻ പറയുന്നത് നിങ്ങളൊരു നിസ്സാരക്കാരല്ല. എല്ലാവിധ ഒരു സദസ്സുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ കഴിവെല്ലാം തന്നിരിക്കുന്നത്. അതെന്ത് വേണം? അത് അലസമായി നെഗറ്റീവ് ചിന്തിക്കാനുള്ളതല്ല. അത് മറ്റുള്ളവർക്കൊരു കഴിവ് കൂടി മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് കൂടി ആവണം. ഒരു വ്യക്തി അവിടെ വീണ് കിടക്കുന്നതെന്ന് കണ്ടാൽ അതിനെ കണ്ടില്ല, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. അതിനു വേണ്ട ചികിത്സ കൊടുക്കണം, അവനവന് കഴിയുന്നത്. അതാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്യുന്നത് ഡിവൈൻ കാണുന്നുണ്ട്. കാണുന്നില്ല എന്നല്ല പറയുന്നത്, കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവിധ ഒരു അധികാരത്തിൽ എത്തിപ്പെടേണ്ട വ്യക്തിയാണ് നിങ്ങൾ. ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ ഒരു മറ്റുള്ളവരെല്ലാം ഭരിക്കാനുള്ളൊരു കഴിവ് നിങ്ങളുണ്ട്. നേതൃത്വ പാടവമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ചില സമയത്ത് സെൽഫിഷ് ആവുന്നുണ്ട്, അത് പാടില്ല. നിങ്ങൾക്ക് ഡിവൈൻ ഉള്ളിലൊരു കഴിവും എല്ലാം തന്നിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് കൂടി ആവണം എന്നാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന വാണിങ്. അതൊരു വാണിങ്ങായി എടുക്കണം. നല്ല കുറേ പ്രവൃത്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫുൾ ഡൗൺ ആയി പോകുന്നുണ്ട്. മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടെ പെരുമാറുക. ഈഗോ പാടില്ല. ഈഗോ ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഈഗോ ഉണ്ട്. ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ആണ്, ഞാൻ അങ്ങനെ ഒന്നും സോറി പറയാൻ പാടില്ല. അങ്ങനത്തെ എല്ലാം ഈഗോ ഒരുപാട് വരിഞ്ഞു മുറുകി കിടക്കുന്നുണ്ട്. അതൊന്നും പാടില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സ് തന്നെ എന്തായിരിക്കണം? ഒരു ജലം ഒഴുകുന്ന പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. അപ്പോഴേ നമ്മളിലേക്ക് ഡിവൈന് കയറാൻ പറ്റുള്ളൂ. ഡിവൈന് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ കഴിയണ്ടെങ്കിൽ ഈ ഞാൻ എന്ന ഭാവം, സോറി പറയാൻ കഴിയില്ല, ഈഗോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്.
അത്രയും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളിലുള്ള ഒരുപാട് കഴിവ് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം. മറ്റുള്ളവർക്ക് അതൊരു ആശ്രയമാകണം എന്നാണ് ഡിവൈൻ പറയുന്നത്. വെറുതെയല്ല നിങ്ങൾക്ക് ഞാൻ ഈ പവറും കഴിവും എല്ലാം തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് തന്നിട്ടുള്ളത് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഒരു സൊസൈറ്റീനെ നയിക്കാനും അവർക്കൊരു പെട്ടെന്നൊരു ആവശ്യം നിങ്ങളെ കൊണ്ട് ഹെൽത്ത് കൊണ്ടോ ബുദ്ധി കൊണ്ടോ എങ്ങനെ ഒരു കഴിവിന് ഒരു ഹെൽപ്പിന് വരുന്ന അവരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഡിവൈൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കഴിവ് തരുമോ? ഡിവൈൻ ഇഷ്ടപ്പെട്ട വ്യക്തിയായതുകൊണ്ടാണ് ആ കഴിവെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് വേണം? അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടണം. ആ രൂപത്തിൽ നിങ്ങളായി മാറണമെന്നാണ് ഡിവൈൻ പറയുന്നത്. അടുത്തത് എംബറസാണ്. നിങ്ങളൊരു അമ്മയുടെ സ്നേഹം എല്ലാവർക്കും പകർന്നു കൊടുക്കണം. സ്നേഹം പകർന്നു കൊടുക്കണം. അതിന് മടി കാണിക്കാൻ പാടില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. എല്ലാ ഇതും ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. എല്ലാ അബണ്ടൻസും നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം തരാൻ ഡിവൈൻ ഇങ്ങനെ വെമ്പി നിൽക്കുക. ഡിവൈന് നിങ്ങൾക്ക് തരാനായിട്ട് വിഷമമുണ്ട്. ടൈമായിട്ട് നിങ്ങൾക്ക് എല്ലാം തരാൻ വേണ്ടിയിട്ടാണ് ഡിവൈനും ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ടും ഒരു സോൾ കണക്ഷനാണ് നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിക്കുന്നത്. അത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട സൗന്ദര്യം, നിങ്ങൾക്ക് വേണ്ട അബണ്ടൻസ്, നിങ്ങൾക്ക് വേണ്ട പ്രണയം, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇതും ഡിവൈൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് എന്ത് വേണം? നിങ്ങളുടെ പ്രവൃത്തി മാത്രം നന്നാക്കുക. എല്ലാ ഇതും ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടെയുള്ളൊരു നല്ലൊരു ലൈഫ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിക്കണം? സന്തോഷമായിട്ട് നല്ല പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത്. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ഉള്ളിലെ ഡിവൈൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ പ്രവൃത്തി തന്നെ. അത് നല്ലതാക്കിയിട്ട് നെഗറ്റീവിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. അടുത്തത് ഏസ് ഓഫ് സോഡാണ്. ഏസ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എല്ലാം ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും നല്ല മനഃശക്തിയോടും സത്യസന്ധമായിട്ടും എല്ലാ ക്ലാരിറ്റിയോടുകൂടെ എല്ലാം ചെയ്തോളൂ. മുന്നോട്ട് നിൻ്റെ കൂടെ ഞാനുണ്ട്, എല്ലാത്തിനും ഞാനുണ്ട് കൂടെ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ.